ബദർ യുദ്ധത്തിൽ നിന്നിട്ട് മനുഷ്യരാശിക്ക് മുഴുവനായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാഠമുണ്ട്. എന്താണെന്നറിയോ? ഒരു വിഭാഗം ആളുകൾ വെറും 313 ആളുകൾ മാത്രം. എന്നാൽ തൊട്ടപ്പുറത്തുള്ള വിഭാഗത്തിൽ 1000-ലേറെ ആളുകളും ഒരുപാട് കുതിരകളും ഒരുപാട് പടയങ്കികളും എല്ലാവിധ യുദ്ധ സാമഗ്രികളും അവരെടുത്തിട്ടുണ്ട്. എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വളരെ എണ്ണത്തിൽ കുറഞ്ഞ ആളുകളെടുത്ത് എന്തില്ല, അവരെടുത്ത് വെപ്പൺസോ കാര്യങ്ങളോ ചെറുത്ത് നിൽക്കാനായിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവങ്ങളും ഇല്ല എന്നുള്ളതാണ്. എന്നാൽ അവർക്ക് ഉറച്ച ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ യുദ്ധത്തിൽ വിജയിക്കുകയും വലിയൊരു പാഠം നമുക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ പാഠമാണ് ഞാനിതിൽ പറയുന്നത്. ഈ യുദ്ധത്തിനെ പറ്റിയിട്ട് ദൈവം പറയുന്നുണ്ട്, അല്ലെങ്കിൽ പടച്ചോൻ പറയുന്നുണ്ട്, അവരാ യുദ്ധത്തിന് വേണ്ടിയിട്ട് എണീറ്റ് നിന്ന സമയത്താണ് ഞാൻ എന്ത് ചെയ്തത്, അവരെ മനസ്സിന് ഞാൻ കരുത്ത് കൊടുത്തത്. അതായത് ആ യുദ്ധത്തിൻ്റെ വിജയം അവരെ കണ്ണുകളിൽ ഞാൻ കാണിച്ചു കൊടുത്തത് എപ്പോഴാണ്, അവരാ യുദ്ധത്തിന് വേണ്ടിയിട്ട് എണീറ്റ് നിന്ന സമയത്താണ് എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നമ്മളെ ലൈഫിൽ ഒരുപാട് ചലഞ്ചസുകൾ ഉണ്ടാവും. നമ്മൾ അതിലേക്കുള്ള സ്റ്റെപ്പുകൾ എടുക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ആ ഒരു പാതി നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. താൻ പാതി ദൈവം പാതി എന്നാണ്. ദൈവം പാതി താൻ പാതി എന്നല്ല, നമ്മുടെ പാതി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പാതി അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും.